വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. ഈ 3 മണ്ഡലങ്ങളിലെ 6,47,755 പേരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇവരിൽ 3,20,214 പേർ പുരുഷന്മാരും 3,25,535 പേർ സ്ത്രീകളും 6 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുമാണ്. വോട്ടെടുപ്പിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പുലർച്ചെ 5:30 മോക്ക് പോൾ ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയായി. ഏറനാട് നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ മഞ്ചേരി ചുള്ളക്കാട് GUP സ്കൂളിലും നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജിലുമാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് രാത്രിയോടെ തന്നെ നിലമ്പൂർ അമൽ കോളേജിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ പ്രത്യേക വാഹനങ്ങളിൽ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലെത്തി ബൂത്തുകൾ സജ്ജീകരിച്ചു വരികയാണ്. 25 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 595 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. എല്ലാ ബൂത്തുകളിലും റാമ്പ്, ശുചിമുറി, കുടിവെള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വനിതാ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ 9 പോളിംഗ് സ്റ്റേഷനുകളും 9 മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് നടപടികൾ വെബ്കാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. 16 മേഖലകളായി 26 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ അധിക സുരക്ഷ ഒരുക്കി. ഏറനാട് 5ഉം നിലമ്പൂരിൽ 17ഉം വണ്ടൂരിൽ 4ഉം പ്രശ്നസാധ്യതാ ബൂത്തുകളാണുള്ളത്. പോളിംഗ് നിരീക്ഷിക്കുന്നതിനുള്ള കൺട്രോൾ റൂം, വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലുമായി റിസർവ് ഉൾപ്പെടെ 1424 ബാലറ്റ് യൂണിറ്റുകളും 712 കൺട്രോൾ യൂണിറ്റുകളും 772 വിവിപാറ്റുകളും വോട്ടെടുപ്പിന് ഉപയോഗിക്കും. 3 മണ്ഡലങ്ങളിലുമായി റിസർവ് ഉൾപ്പെടെ 1424 ബാലറ്റ് യൂണിറ്റുകളും 712 കൺട്രോൾ യൂണിറ്റുകളും 772 വിവിപാറ്റുകളും വോട്ടെടുപ്പിന് ഉപയോഗിക്കും. റിസർവിലുള്ളവർ ഉൾപ്പെടെ 2975 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ചുമതലകൾക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും 4 വീതം ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക. 1300-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളിൽ ഒരു പോളിംഗ് ഓഫീസറെ അധികമായി നിയോഗിക്കും. ഇതിനു പുറമെ 67 സെക്ടർ ഓഫീസർമാർ, 26 മൈക്രോ ഒബ്സർവർമാർ, 570 BLOമാർ, 182 റൂട്ട് ഓഫീസർമാർ, 54 സ്ക്വാഡ് ലീഡർമാർ എന്നിവരും ചുമതലകളിലുണ്ടാകും. സുരക്ഷാ ചുമതലകൾക്കായി 2500 പോലീസ് ഉദ്യോഗസ്ഥരെയും 2 കമ്പനി കേന്ദ്രസേനയെയും 3 കമ്പനി സായുധ ബറ്റാലിയൻ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ID കാർഡാണ് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത്. ഇതിനു പുറമെ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ കൂടി വോട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്, സർവീസ് ID കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, NPR RGI നൽകുന്ന സ്മാർട്ട് കാർഡ്, പെൻഷൻ രേഖ, MLC-മാരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡ് എന്നിവയാണ് തിരിച്ചറിയൽ രേഖകളായി ഉപയോഗിക്കാവുന്നത്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.